പോവാണ്. അതിനും വേണ്ടി നമ്മൾ പോണത് നമ്മളെ ഏറ്റവും വലുതായ നമ്മളെ വാപ്പാന്റെ പണം. അതുകൊണ്ട് തന്നെ നമ്മളെ ഫേസ്ബുക്കിൽ ഓവർ കളിച്ചാൽ ചിലപ്പോൾ വാപ്പാനെ ഇന്ന് തലക്കുത്തും. നമ്മളെ വണ്ടിയാണെങ്കിൽ 96 കിലോമീറ്റർ ഓടുന്നൊക്കെയാണ് നമ്മളെ ഡിസ്പ്ലേ പറയുന്നത്. അതിന്റെ അടുക്കാണ് വാപ്പനോട് ഞാൻ അത് ചോദിച്ചത്. ഇപ്പാ നീ ഞാൻ മുഖത്തിന്റെ ഷേപ്പ് ഒന്ന് മാറ്റിവെക്കാലോ. അതിനെന്താ ചെയ്യാ? നമുക്ക് മഞ്ചേരിയുള്ള വിവൽ സലൂണിൽ പോവാം. അതിന് ഞാൻ ഓള കൂട്ടിക്കോ. സത്യം പറയുകയാണെങ്കിൽ നമുക്ക് ചോദിച്ചേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ നമ്മളെ വാപ്പ 100-110 ഒരു വിടലേനി വിവൽ സലൂണിന്റെ മുമ്പ്. ഈ സംഘം നമ്മുടെ മുഖം കളറാക്കാൻ വേണ്ടി വന്ന് നമ്മളെ വിവൽ സലൂൺ കാണും. പിന്നെ ഇതിന്റെ ഉള്ളിൽ കയറിയപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത് നമ്മളാ പുറത്തുനിന്ന് കാണുന്ന മാതിരിയല്ല. കാരണം ഡിറ്റാനിക് ക്ലീനപ്പ്, ഫേഷ്യൽ, സ്മൂത്തിങ്, നാനോപ്ലാസ്റ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലോകം തന്നെ ഇവിടെ ഉണ്ട്. പിന്നെ ഉപയോഗിക്കുന്ന ഓരോ പ്രൊഡക്ഷൻ ഷാമ്പൂസ് ആയാലും പക്ക പ്രീമിയം ക്വാളിറ്റിയാണ്. പിന്നെ നമ്മൾ ഏത് പ്രമാണിച്ച് ഗേൾസിനായാലും ബോയ്സിനായാലും ഒരു കിഡിലെ ഓഫറും മോര് കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മളെ ബോയ്സിനുള്ള ഓഫർ. എന്നാ പിന്നെ ഗേൾസുകൾക്കുള്ള ഓഫറും കൂട്ടിയിട്ട് പിടിച്ചു. പിന്നെ ഒന്നും നോക്കിയില്ല, മുടി ഒന്ന് കളറാക്കാൻ വേണ്ടി വലത് കാലച്ചെടുക്കുക. മൂപ്പരാണെങ്കിൽ മുടി 2 കുലുക്കലുക്കി പരിപാടി എടുക്കും. ചങ്ങായി ആണെങ്കിൽ തലമലാകെ ക്ലിപ്പ് കുടിക്കുക ഒരു പരിപാടി. സാധാരണ ബാർബർ ഷോപ്പിൽ പോയാൽ മുടി ഇട്ടുമ്പോ ചിലപ്പം തൊള്ളയൊക്കെ കായിന്ന് വരും. പിന്നെ ഈ സാധനം എടുത്ത് നമ്മളെ മേത്ത് കടിച്ചുമ്പോ കിട്ടുന്ന ഒരു സുഖമുണ്ട്. പിന്നെ എന്തൊരു സാധനം എടുത്ത് മൂപ്പര് തലയിലെടുത്ത് പിന്നെ എടുത്ത് നമ്മളെ മുടിയോട് പൊന്തിച്ചു. മുടിന്റെ ഔട്ട്പുട്ട് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് എവറസ്റ്റിന്റെ കൊടുമുടിന്റെ അരിയാണ് തോന്നി. പിന്നെ മുടിയിട്ട് ശരിക്കും കഴിഞ്ഞ സാധനം കിട്ടില്ലേ. ഈ ഘട്ടമാണ് രസത്തിന്റെ മുമ്പത്തെ ഘട്ടം. എല്ലാരും ഒന്ന് കമന്റ് ഇട്ടു. ഇതാണ് നമ്മളെ മുടിയെട്ടിയെന്നാണ്. ചെങ്ങായിന്റെ സ്കില്ലിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല. അപ്പൊ നമ്മളെ വിവൽ സലൂണിന്റെ ലൊക്കേഷൻ ആരും മറക്കണ്ട. കച്ചേരിപ്പടി തുറക്കല് ബൈപ്പാസിലായിട്ടാണ്. എല്ലാവരും ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.